നമസ്കാരം. മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വയനാട്ടിലെ പ്രസിദ്ധമായ കുറുവ ദ്വീപിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതി മനോഹാരിത നിറഞ്ഞ വയനാട്ടിലേക്ക് ഇവിടെ നിന്നും കുറുവ ദ്വീപിലേക്കുള്ള വഴി തിരിയുകയാണ്. മാനന്തവാടിയിൽ നിന്നും ഏതാണ്ട് 17 കിലോമീറ്റർ ദൂരമുണ്ട് കുറുവ ദ്വീപിലേക്ക്. ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയാണ് കാണാൻ സാധിക്കുക. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വയനാട്ടിലേക്ക് വീണ്ടും ഒരു യാത്ര പോരുന്നത്. ആ സന്ദർഭത്തിൽ തന്നെ കുറുവ ദ്വീപ് സന്ദർശിക്കാൻ പറ്റി എന്നത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. കുറുവ ദ്വീപിലെത്തുന്ന പലർക്കും സന്ദർശക അനുമതി ലഭിക്കാറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കുറച്ച് ആളുകൾക്ക് മാത്രമേ ദ്വീപിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ ഉണ്ടാവാറുള്ളൂ. ഞങ്ങൾ കുറുവ ദ്വീപിന് അടുത്തെത്തി ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം കുറുവ ദ്വീപിലേക്കുള്ള പ്രവേശന കവാടത്തിന് അടുത്ത് എത്തി. ഇവിടെ നിന്നും പ്രവേശന ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് ദ്വീപിലേക്ക് പ്രവേശനമുള്ളൂ. ഇവിടുത്തെ പേയ്മെന്റ് ക്യാഷ് ആയിട്ട് സ്വീകരിക്കുന്നതല്ല. ഗൂഗിൾ പേ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് വഴിയോ ഇവിടെ പണമടയ്ക്കാവുന്നതാണ്. ഇവിടെ സന്ദർശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദ്വീപിലേക്ക് വളരെ കുറച്ച് ആളുകൾക്ക് പ്രവേശനമുള്ളൂ. അത് നിയന്ത്രിച്ചിട്ടുണ്ട്. ദ്വീപ് സന്ദർശിക്കണമെന്ന് ഉള്ളവർ കഴിവതും നേരത്തെ എത്തുക. ഈ കാണുന്ന മുള കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ചങ്ങാടത്തിലാണ് ദ്വീപിലേക്ക് പ്രവേശിക്കേണ്ടത്. മുള നല്ലവണ്ണം വിലങ്ങനെയും കുറുകനെയുമെല്ലാം കെട്ടി നല്ല അത്യാവശ്യം നല്ല സുരക്ഷിതമായിട്ടാണ് ഈ ചങ്ങാടം നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ യാത്രക്കാർക്കെല്ലാം തന്നെ ലൈഫ് ജാക്കറ്റും വിതരണം നൽകുന്നുണ്ട്. ഇത് ധരിച്ചതിന് ശേഷം മാത്രമാണ് എല്ലാവരെയും ബോട്ടിൽ അക്കരെ ഇക്കരെ കൊണ്ടുപോകുന്നതും. നിശ്ചിത ആൾക്കാർക്ക് മാത്രമേ ഈ ചങ്ങാടത്തിൽ ഒരേ സമയം പ്രവേശനമുള്ളൂ. ഞങ്ങളുടെ കൂടെ എത്തിയവരെല്ലാം ചങ്ങാടത്തിൽ കയറുവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ കാണുന്ന നദി കബനി നദിയാണ്. കബനി നദിയുടെ പോഷക നദി എന്ന് വേണമെങ്കിലും പറയാം. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒരു നദിയാണ് കബനി നദി. മുതലയുടെ സാന്നിധ്യമുള്ള നദി കൂടെയാണ് ഈ നദി, കബനി നദി. അങ്ങനെ കാത്തുനിന്ന് ഞങ്ങളും ചങ്ങാടത്തിൽ കയറി. നദിക്ക് കുറുകെയായി അക്കരയിക്കരെ വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു വലിയ വടത്തിന്റെ സഹായത്തോടെയാണ് ഈ ചങ്ങാടം അക്കരയിക്കരെ കൊണ്ടുപോകുന്നത്. ഈ ചങ്ങാടങ്ങളിലെല്ലാം യാത്ര നിയന്ത്രിക്കുന്നതിനായി ഒരാളുണ്ടാവും. ഇദ്ദേഹമാണ് ഈ ബോട്ട് നിയന്ത്രിക്കുന്നതും ഈ ബോട്ടിലുള്ള യാത്രക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഈ ചങ്ങാടത്തിൽ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചങ്ങാടത്തിൽ യാത്ര ചെയ്ത് ഞങ്ങൾ കുറുവ ദ്വീപിലേക്ക് എത്തിച്ചേർന്നു. ലൈഫ് ജാക്കറ്റുകൾ തിരികെ നൽകി ഞങ്ങൾ കുറുവ ദ്വീപിലേക്ക് പ്രവേശിച്ചു. ഇവിടെ തുടങ്ങി കുറുവ ദ്വീപിലേക്കുള്ള കാഴ്ചകൾ ആരംഭിക്കുകയാണ്. കാഴ്ചകളിൽ ഏറെ വ്യത്യസ്തത നിറയ്ക്കാൻ ഇതിന്റെ സംഘാടകർ ശ്രമിച്ചിട്ടുണ്ട്. മുള കൊണ്ട് നിർമ്മിച്ച ഈ പാലം തന്നെ ഏറെ വ്യത്യസ്തത പകരുന്നതാണ്. ഇത് പൂർണ്ണമായും മുള കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ്. ഇതിലൂടെ യാത്രക്കാർക്ക് യഥേഷ്ടം കടന്നു പോകാൻ പറ്റുന്നതുമാണ്. ഈ പാലത്തിനപ്പുറം മുള കൊണ്ട് തന്നെ നിർമ്മിച്ച ബെഞ്ചുകള്, വിശ്രമത്തിനായി ഉപയോഗിക്കാവുന്ന വിവിധതരം കസേരകൾ പോലെയുള്ളവ എല്ലാം മുളകൾ കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാനാവും. തുടർന്ന് അങ്ങോട്ട് കാണുന്നത് വനഭൂമിയാണ്. ഈ കാണുന്നത് വനത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പ്രത്യേകം ആയിട്ട് പാതകൾ തിരിച്ചു വച്ചിരിക്കുന്നതാണ്. ഈ പാതയുടെ ഇരുവശങ്ങളിലും കമ്പി കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ആണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇവർ ഈ പാതയുടെ ഇതുണ്ട്, യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് പാത ഒരുക്കിയിട്ടുണ്ട്. യാത്രയ്ക്ക് തടസ്സമായി വഴിയിൽ വീണ് കിടക്കുന്ന വലിയ മരം മുറിച്ചു നീക്കി
തടസ്സം നീക്കിയിട്ടുണ്ട്. ഇവിടെ ധാരാളം വൃക്ഷലതാദികൾ കാണാം എന്നതും ഒരു പ്രത്യേകതയാണ്. അടിക്കാടുകളില്ലാതെ തന്നെ ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കാം എന്നതും ഒരു പ്രത്യേകതയാണ്. കാടും വെള്ളവും മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു 800 മീറ്റർ നടന്നാൽ കുറച്ച് പാറക്കെട്ടും വെള്ളമൊക്കെയാണ്. അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കുന്നവർക്ക് കുളിക്കുക, ഫോട്ടോ എടുക്കാം, കുറച്ച് വിശ്രമിക്കുക, അതൊക്കെ തന്നെയാണ്. വന്യജീവികൾ ഉണ്ടെങ്കിലും നമുക്കിവിടെ കാണാൻ അനുവദിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നടന്നാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു ആനയൊക്കെ വന്ന് ഓടി രക്ഷപ്പെടാനോ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല ഇതിനകത്ത്. അതൊക്കെ വന്നാൽ തന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറ്റാറില്ല, പുറത്തേക്ക് ഇറക്കുക ചെയ്യുക. ഈ വഴിയിലെല്ലാം ഇതുപോലത്തെ ഫോറസ്റ്റ് ഗാർഡുകൾ ഉണ്ടാവും. ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്ന് അവരാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഈ വനത്തില് വന്യജീവികൾ ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും തൊട്ടടുത്ത വനത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. കടുവ, ആന പോലുള്ള വന്യജീവികൾ ഏതു സമയം ഇവിടെ എത്താനുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. ഇതിനുള്ള മുന്നറിയിപ്പായിട്ട് ഫോറസ്റ്റ് ഗാർഡുമാർ നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തരും. അങ്ങനെയുള്ളവ എത്താൻ ശ്രദ്ധിക്കാനും നിരീക്ഷിക്കാനുമായിട്ട് പ്രത്യേകം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ആവണം പ്രത്യേക പാതകൾ ഒരുക്കി ആളുകളെ നിരീക്ഷിച്ചു പോരുന്നതും. ഇതുപോലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. വളരെ ശുദ്ധമായ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഈ വഴിയൊക്കെ നടന്നു പോകുന്നത് തന്നെ വളരെ തൃപ്തികരമായ കാര്യമാണ്. ഈ ദ്വീപിലെ ഒരു താമസക്കാരൻ മലയണ്ണാൻ മറ്റൊരു താരം പോകുന്നു. ഇവരെ കൊണ്ടൊന്നും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവാറില്ല. വിവിധയിനം പക്ഷികളുടെ ഒരു സങ്കേതം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായ കാഴ്ചകളും കണ്ട് സുന്ദരമായ ഈ വനത്തിന് നടുവിലൂടെ മുമ്പോട്ട് വീണ്ടും നടന്നു മടങ്ങുന്ന സഞ്ചാരികൾക്ക് വിശ്രമത്തിന് എന്നവണ്ണം ഈറ്റ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതുപോലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ ഇവിടെ ധാരാളമുണ്ട് താനും. ഈ ദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വരെയാണ് ദ്വീപിലെ കാഴ്ചകൾ കാണാൻ സഞ്ചാരികൾ എത്തിപ്പെടുന്ന ഭാഗം. രാവിലെ മുതൽ ഇവിടെ എത്തിയ സഞ്ചാരികൾ വിശ്രമിച്ചും ആസ്വദിച്ചും ഇവിടെ ദീർഘനേരം കഴിച്ചുകൂട്ടുന്നു. ഇവിടെ എത്തുമ്പോൾ കാണുന്നത് അതിമനോഹരമായ കാഴ്ചയാണ്. ദ്വീപിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോഴേ കാണുന്നതാണ്. നിറയെ വൻമരങ്ങളും പാറക്കൂട്ടങ്ങളും അതിനിടയിലൂടെ അധികം താഴ്ചയില്ലാതെ ഒഴുക്കില്ലാതെ ഒഴുകുന്ന ജലവും ഇതെല്ലാം ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയാണ് നൽകുന്നത്. ഇവിടെ ജലനിരപ്പ് തീരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങാനും മറ്റുമായിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഈ കാണുന്ന പോലെയൊക്കെ ഉള്ളത് മനോഹരമായ കാഴ്ചയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത ഒരു പ്രത്യേകമായ അനുഭവം. ഈ ദ്വീപിന്റെ ഏറ്റവും ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഈ കാണുന്ന എത്ര ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്, എത്ര സമയമായിട്ട് നിൽക്കുന്നതാണ്. അവർക്കൊക്കെ ഇതിന്റെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. ദ്വീപിലെത്തിയാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണിത്. കാരണം ദ്വീപിലെത്തുമ്പോൾ മുതൽ വനഭൂമിയാണ്. വനഭൂമി എന്നല്ല, വനമാണ്. ചുറ്റും വൃക്ഷലതാദികൾ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഈ പാറക്കൂട്ടങ്ങളും ഇതുപോലെയുള്ള മരങ്ങളും ഒഴുക്ക് തീരെയില്ലാത്ത ജലവും ഇതെല്ലാം കൂടെ ഉണ്ടാവും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല. അതുപോലെ വളരെ വ്യത്യസ്തമായ അനുഭവമാണ് ഈ ദ്വീപിലെത്തുമ്പോൾ ഓരോ സഞ്ചാരികൾക്കും അനുഭവപ്പെടുന്നത്. വയനാടിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കുറുവ ദ്വീപ്. കുറുവ ദ്വീപിലെത്തുന്ന വിനോദ സഞ്ചാരികൾക്കാകട്ടെ ഇവിടെ എത്തുമ്പോൾ ഒരു അത്ഭുത ദ്വീപിലെത്തുന്ന പ്രതീതിയാവും ഉണ്ടാവുക. വയനാട് ജില്ലയിലെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യവാസമില്ലാത്ത മനോഹരമായ ദ്വീപാണ് കുറുവ ദ്വീപ്. 950 ഏക്കറിൽ അധികം പരന്നു കിടക്കുന്ന ഈ നിത്യഹരിത വനപ്രദേശം അപൂർവ സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, പക്ഷി മൃഗാദികൾ എന്നിവയാൽ സമ്പൽ സമൃദ്ധമാണ്. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു
പ്രധാന പരിസ്ഥിതി സൗഹൃദ ടൂറിസം കേന്ദ്രമാണ് ഇവിടം. കബനി നദിയിലെ 3 പ്രധാന ദ്വീപുകളും അവയ്ക്ക് ചുറ്റുമുള്ള ചെറുതുരുത്തുകളും ചേർന്നതാണ് കുറുവ ദ്വീപ്. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. നിബിഡ വനമാണെങ്കിലും ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. പക്ഷി നിരീക്ഷണം നടത്തുവാനും അനുയോജ്യമായ പ്രദേശമാണിവിടം. ഞങ്ങൾ കുറുവ ദ്വീപിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം സന്ദർശിച്ച് തിരികെ നടന്നു. ഞങ്ങൾ തിരികെ പോരുമ്പോഴെല്ലാം വിശ്രമത്തിനെന്നവണ്ണം ഈറ്റ കൊണ്ട് നിർമ്മിച്ച ബെഞ്ചിലും മറ്റുമായിട്ട് പലരും അവിടെ വിശ്രമിക്കുന്നത് കാണാമായിരുന്നു. ഞങ്ങൾ മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാലത്തിലൂടെ തിരികെ നടന്നു. മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബോട്ടിൽ സഞ്ചരിച്ച് ഞങ്ങൾ തിരികെ അക്കരയിലേക്ക് പുറപ്പെട്ടു. അപ്പോഴും അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ടായിരുന്നു. കബനി നദിയിലൂടെ മറുകരയിലെത്തി കുറുവ ദ്വീപിലേക്കുള്ള സന്ദർശനം ഞങ്ങൾ പൂർത്തിയാക്കി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.